ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ഇനി എന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും എന്നെക്കുറിച്ചൊരു സംശയം ബാക്കിയുണ്ടാവരുത് കുട്ടി. അറിയാതെയാണെങ്കിലും അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. നീ ഇത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. പ്രതീക്ഷകൾക്ക് വിപരീതമായാണല്ലോ ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. കിരീടം എന്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോടീശ്വരൻ, ഇവിടുത്തെ മഹാരാജാവിനേക്കാൾ വലിയ കോടീശ്വരൻ. നിനക്കും നിന്റെ മായയ്ക്കും ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാനുള്ള അത്രയും പണം ഞാൻ തരും. എനിക്കൊന്നും വേണ്ട. കിരീടം എന്റെയാണ്, എനിക്ക് അവകാശപ്പെട്ടാണെന്നൊക്കെ താനല്ലേ പറഞ്ഞത്. എടുത്തോണ്ട് പോയിക്കോ. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പങ്കുമില്ല. അങ്ങനെ കൈയൊഴിയാറായില്ല. കിരീടവും കൊണ്ട് ഞാൻ ഈ കൊട്ടാരം വിടുന്നവരെ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എന്നുവെച്ചാ ഇനി കക്കാനും ഞാൻ കൂട്ടുവെക്കണോ? വേണം. നീ എന്താടാ വിചാരിച്ച് ഞാൻ നിന്റെ കളിപ്പാളിയാണോ? എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? വീരേന്ദ്രജി അപ്പോ എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. നീ ഇവന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അവസാന നിമിഷം കൊണ്ട് കലടക്കരുത്. ഇല്ലടാ, ഇനി അതിന് കൂട്ടുവന്നാൽ ശരിയാവില്ല. ഞാൻ എല്ലാം രാജാവിനോട് തുറന്നു പറയാൻ പോവാ. ആ മനുഷ്യനെ ചതയ്ക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്തും മണ്ടത്തരടാ നീ പറയണേ. എല്ലാം അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും നിനക്കറിയോ? എന്ത് വേണമെങ്കിൽ ഉണ്ടാവട്ടെ, ഈ കള്ളനെ കൂട്ടുവെക്കുന്നതിലും ഭേദം അതാ. നിന്നെ ഒന്നു കളയുന്നൊന്നും ഞാൻ പറയില്ല. ചത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേദനിക്കില്ലല്ലോ. ചാവുമ്പോഴുള്ളതിനൊക്കെ വലിയ വേദന നിനക്ക് ഞാൻ തരും. എന്നെ ചതിച്ച നിന്റെ മായയായിരിക്കും ഈ തോക്കിനിരയാവുന്നത്. ഇറങ്ങ വേഗം ഇറങ്ങ. പെട്ടികളെല്ലാം എടുത്തോ. അയ്യോ എന്താടാ പൂർത്തിയായി. ഇവറ്റകളുടെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ നമുക്ക്. എന്താ തമ്പുരാട്ടി എവിടെ പോയി? ചോദിച്ചു കേട്ടില്ലേ തമ്പുരാട്ടി എവിടെയെന്ന്? തമ്പുരാട്ടിയോ? അമ്മയെ ഞാൻ തമ്പുരാട്ടിന്ന് വിളിക്കും. കുഞ്ഞുനാളിലുള്ള ശീല. അമ്മ എന്തേ? മായയുടെ അടുത്തേക്ക് പോണത് കണ്ടു. എന്താ സാവിത്രി? അമ്മ അന്വേഷിച്ച് ഓടി നടക്കുക, നേഴ്സറി കുട്ടിയെ പോലെ. എല്ലാരും എത്തിയല്ലോ. വരൂ വരൂ, അകത്തേക്ക് കയറിയിരിക്കാം. മായ തമ്പുരാട്ടി ഇപ്പൊ വരും. മായ എവിടെ പോയി? പത്മിനി തമ്പുരാട്ടിയുടെ കൂടെ പോയിരിക്കുക. നീ എന്തിനാ കുറ്റിയടിച്ചോലോ നിൽക്കണേ? എന്നെ കുറ്റിയടിച്ചോ നിർത്തിയിരിക്കുക വീരേന്ദ്രൻ തമ്പുരാൻ. രാവും പകലും മായ തമ്പുരാട്ടിക്ക് കാവൽ നിന്നിലേക്ക് കൊന്നുകളയുന്ന വീരേന്ദ്രൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ആരാ ഇത് ഈ വീരേന്ദ്രൻ തമ്പുരാൻ? പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. ആരാ ഈ പപ്പിനി തമ്പുരാട്ടി? വീരേന്ദ്രൻ തമ്പുരാന്റെ അമ്മ. എടാ കഴുതേ, ഈ പത്മിനി തമ്പുരാട്ടിയും വീരേന്ദ്രനൊക്കെ ആരാന്നാ ചോദിച്ചേ? അയ്യോ അതറിയില്ലേ? അവരമ്മയും മകനുമാ. അത് ഈ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം, നമ്മക്കറിയില്ലല്ലേ. നിന്നുണ്ടല്ലോ ഈ പടിയേറ്റൊന്നോട് കഴിഞ്ഞോട്ടെ എന്റെ ചവിട്ടേറ്റ് നീ ചാവും. അതിനു മുമ്പ് ഇടിവെട്ടേറ്റ് ചാവാതെ നോക്കിക്കോ. എന്റെ അത് കരുതാവാ. കരിദേഹം എന്ന് പറയുന്ന ആവും ശരി. അളിയൻ ഇങ്ങോട്ട് വരൂ. ഇവനോടൊക്കെ സംസാരിച്ച് നാവിന് വാദം പിടിപ്പിക്കുന്ന എന്തിനാ? അവള് വരട്ടെ, അവളോട് തന്നെ ചോദിക്കാം. നേരാ വാ. ഒച്ച വെക്കണ്ട. അമ്മയും മായ എങ്ങോട്ടാ പോയത്? വടക്കേ പുറത്തേക്ക്. സത്യത്തിൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ മായയുടെ വീട്ടുകാരൊരുക്കിയ ഒരു കെണിയായിരുന്നു അത്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തല്ലേ ഇവിടെ നിന്നും കിട്ടുക. വലിയ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോ ഇതുപോലൊരു മഹാഭാഗ്യം വന്നാൽ അത് കിട്ടാൻ വേണ്ടി ഇത്തിരി ക്രൂരതയൊക്കെ ആരും കാണിച്ചു പോകും. പക്ഷെ ഇത്രയും വലിയൊരു ചതിയിൽ പെടുത്തിട്ടും എത്രയൊക്കെ നീ അപമാനിച്ചിട്ടും ഒരല്പം പോലും നിന്നെ വെറുക്കാതെ, സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ നിനക്ക് വേണ്ടി ഇവിടെ നിന്ന് നിൽക്കുന്നില്ലേ അപ്പു? അവന് പകരം വെക്കാൻ ഈ സമ്പത്തൊന്നും തികയില്ല കുട്ടി. ഇഷ്ടപ്പെട്ട പുരുഷനിൽ നിന്നും ഇത്രയേറെ സ്നേഹം ലഭിക്കുന്നത് മുജ്ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്തവർക്ക്. അതനുഭവിക്കാൻ ഈ ജന്മത്തിൽ ഭാഗ്യമുള്ളവർക്ക്.
കുഞ്ഞെ, നിനക്ക് വേണ്ടി ഈ ഒരു ചെറിയ ഉപകാരം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. പിന്നെ എനിക്ക് സംഭവിച്ച ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ എല്ലാം അറിഞ്ഞില്ലേ? ഇനി നിനക്ക് തീരുമാനിക്കാം. രാജകുമാരിയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആവാം. നിന്റെ ഒരു ആഗ്രഹത്തിനും അപ്പോട്ടെ എതിരെ നിൽക്കില്ല. സത്യം പറ, അപ്പോട്ട് നിന്നെ ചതിച്ചാണോ അതോ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നോ? പറയടി. എന്തായാലും പറ. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല. ഇതിലും ഭേദം എന്നെ കൂടെ കൊന്നുകൂടായിരുന്നു നിങ്ങൾക്ക്. മോളെ, അച്ഛനല്ല, ചതിയനാ നിങ്ങൾ.